ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജേണി വിത്ത് സ്മോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളിട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു സ്റ്റഡി ചലഞ്ച് വയ്ക്കാൻ പോവുകയാണ്. എക്സാമൊക്കെ ഇങ്ങ് അടുത്തതുകൊണ്ട്. അപ്പം നമ്മൾ സ്റ്റഡി ചലഞ്ചിൽ SS പഠിക്കുക എന്നുള്ളതായിരുന്നു ചലഞ്ച്. അതായത് ഒരാഴ്ച കൊണ്ട് അത്യാവശ്യം പറ്റുന്ന പോർഷൻസൊക്കെ തീർക്കുക എന്നുള്ളത്. പക്ഷേ അത് വിജയകരമായി പാളിപ്പോയി. എന്ന് വെച്ചാൽ ഒന്നും പഠിച്ചില്ലെന്നല്ല, കുറച്ചൊക്കെ പഠിച്ചുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഞാൻ പഠിച്ചത് ഹ്യൂമാനിറ്റീസാണ്. അപ്പോൾ ആ ചാപ്റ്റർ ഒന്ന് കാണിച്ചു തരാം. ഹ്യൂമാനിറ്റീസിൽ ഫസ്റ്റ് തന്നെ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ 14th സെഞ്ച്വറിയിൽ നടന്ന കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെയാണ്. ഇറ്റലിയിലെ റിനൈൻസൻസും അരിസ്റ്റോട്ടലിൻ്റെ വരവും ഒക്കെ. പിന്നെ അതിന് ശേഷം റിനൈൻസൻസ് നവോത്ഥാന സമയത്തുണ്ടായിരുന്ന പെയിൻറ്റിങ്, അതായത് മെഡീവൽ പെയിൻറ്റിങ്ങും റിനൈൻസൻസ് പെയിൻറ്റിങ്ങും തമ്മിലുള്ളൊരു കമ്പാരിസൺ. പിന്നെ പെയിൻറ്റേഴ്സ് ആയിട്ടുള്ള ജിയോട്ടോ, മെസാഷ്യോ, പിന്നെ ലിയോണാർഡോ ഡാവിഞ്ചി, അവരുടെ വർക്ക് ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് സപ്പർ, മൊണാലിസ വർക്കുകൾ. പിന്നെ വേറൊരു പ്രൊമിനൻ്റ് ആയിട്ടുള്ളൊരു പെയിൻറ്ററായിരുന്നു മൈക്കൽ ആഞ്ചലോ, ടിഷ്യൻ, റാഫേൽ, അവരുടെയൊക്കെ വർക്കുകൾ. പിന്നെ അടുത്ത് ഓരോ ഫീൽഡ് പറയാണ്. ഫസ്റ്റ് ആണ് റിനൈൻസൻസ് സമയത്തെ ആർട്ട് അല്ലെങ്കിൽ പെയിൻറ്റിങ്. പിന്നെ സ്കൾപ്ചറിൽ ഡൊണാറ്റലോയും മൈക്കൽ ആഞ്ചലോയും അവരുടെ പ്രധാനമായിട്ടുള്ള വർക്കുകൾ. പിന്നെ സ്കൾപ്ചറിൽ ഫിലിപ്പോ ബ്രൂണലേഷി, പുള്ളി കൊണ്ടുവന്ന പുതിയൊരു സ്റ്റൈല്. പിന്നെ ലിറ്ററേച്ചറിലോട്ട് വരികയാണെങ്കിൽ മൊത്തം 4 വരെ കാര്യമാണ് പഠിക്കാനുള്ളത്. ഒന്ന് ദാന്തേയുടെ ഡിവൈൻ കോമഡി എന്ന് പറയുന്ന വർക്ക്. പിന്നെ അതിലെ മെയിൻ തീം ഇതാണ് ഓരോരുത്തരുള്ളത്. പിന്നെ പെട്രാർക്ക്, പിന്നെ ബൊക്കാഷിയോ, അവരുടെയൊക്കെ വർക്കുകൾ ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മുടെ നിക്കോളോ മാക്കിയവെല്ലി, അയാളുടെ പ്രിൻസ് എന്ന് പറയുന്ന വർക്ക്. പിന്നെ അതിൽ തന്നെ സ്ത്രീകളുടെ കസാൻഡ്ര ഫെഡലെ എന്ന് പറഞ്ഞ അവരുടെ വർക്കുകൾ. പിന്നെ വേറെ കുറച്ച് ഓതേഴ്സിൻ്റെ വർക്കുകൾ. പിന്നെ അടുത്ത് നമ്മുടെ ഹിസ്റ്റോഗ്രഫിയിലാണെങ്കിൽ ചരിത്രത്തിൻ്റെ അതിലോട്ട് വരികയാണെങ്കിൽ വേൾഡ് ഹിസ്റ്ററി 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു ആ ടൈമിൽ. പിന്നെ അത് കൊണ്ടുവന്ന 2 ആൾക്കാർ, അവരുടെ കാര്യങ്ങൾ. പിന്നെ അടുത്ത് സയൻസിലാണ് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നത്. അതായത് ടോളമി പറഞ്ഞു നമ്മുടെ ഭൂമിയാണ് സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ, യൂണിവേഴ്സിൻ്റെ സെൻറ്റർ. പക്ഷേ സണ്ണാണതെന്ന് കോപ്പർനിക്കസ് തെളിയിച്ചു. പിന്നെ റിഫോർമേഷൻ, കൗണ്ടർ റിഫോർമേഷൻ, അത് ഞാൻ രണ്ടിങ്ങനെ സ്റ്റിക്കി നോട്ടിൽ റിഫോർമേഷൻ, കൗണ്ടർ റിഫോർമേഷൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ പിടിയിരുത്താൻ വേണ്ടി ഷോർട്ട് നോട്ടായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ സോഷ്യൽ സയൻസ് 1ൽ നിന്ന് പഠിച്ചതാണ്. ഇനി സോഷ്യൽ സയൻസ് 2, അതായത് നമ്മുടെ ജോഗ്രഫി ടെക്സ്റ്റിലാണെങ്കിൽ ഞാൻ 3rd ചാപ്റ്ററാണ് ഞാൻ നോക്കിയത്. അതായത് ഇത് സെക്കൻഡ് ടേമിലെ പോർഷനാണ്, മറ്റേത് ഫസ്റ്റ് ടേമിലാണ്, ഇത് സെക്കൻഡ് ടേമിലാണ്. ഫ്രം ദ റെയിനി ഫോറസ്റ്റ് ടു ദ ലാൻഡ് ഓഫ് പെർമാഫ്രോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ മെയിനായിട്ടും 2 സ്ഥലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 2 എക്സ്ട്രീം സോണിൽ നിൽക്കുന്ന 2 സ്ഥലങ്ങൾ. അതായത് ഒന്ന് ഇക്വട്ടോറിയൽ ക്ലൈമറ്റ് റീജിയൻ, നല്ല ഹോട്ട് ടെമ്പറേച്ചറും ഹൈ റെയിൻഫോൾ എല്ലാം ഒരുപാടുള്ള ഒരു സ്ഥലമാണ് ഇക്വട്ടോറിയൽ ക്ലൈമറ്റ് റീജിയൻ. അതും അവിടുത്തെ നാച്ചുറൽ വെജിറ്റേഷൻ, ക്ലൈമറ്റ്, പിന്നെ അവിടെയുള്ള ഫ്ലോറ ഫോണ, അതായത് ആനിമൽസ്, ബേർഡ്സ്, പിന്നെ അവിടെയുള്ള വെജിറ്റേഷൻ തന്നെ, അവിടെ എന്തൊക്കെ ടൈപ്പ് ട്രീസ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ എന്തൊക്കെ ടൈപ്പ് ആനിമൽസ്, ബേർഡ്സ്, ഞാൻ പറഞ്ഞ ഫ്ലോറ ഫോണ. പിന്നെ അത് മാത്രമല്ല അവിടെ ഉള്ള ട്രൈബ്സ്, പിന്നെ അവിടെയുള്ള മെയിനായിട്ടുള്ള വെജിറ്റേഷൻ, ട്രൈബുകൾ, പിന്നെ അവിടെയുള്ള സിറ്റീസ്. അങ്ങനെ ആ ടോപ്പിക്ക് തീരും അവിടെ. പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ഡിസഡ്വാൻറ്റേജും ഉണ്ടല്ലോ. അപ്പം ആ സ്ഥലത്തെ ഗുണങ്ങളും ഒപ്പം തന്നെ ലാസ്റ്റായിട്ട് ആ ടോപ്പിക്കിലുള്ള ആ സ്ഥലത്തുള്ള ആൾക്കാർ നേരിടുന്ന ചലഞ്ചസും കൂടി പറഞ്ഞ് ആ ടോപ്പിക് അങ്ങ് തീരും. അടുത്ത സ്ഥലം എന്ന് വെച്ചാൽ ഈ ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് റീജിയൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് അവിടെ ഹൈ ടെമ്പറേച്ചറും ഹൈ റെയിൻഫോൾ ആണെങ്കിൽ ഇവിടെ എക്സ്ട്രീം കോൾഡ് ആയിട്ടുള്ള സ്ഥലമാണ് തുന്ദ്ര അഥവാ ടണ്ട്ര റീജിയൻ. ഇവിടുത്തെ ക്ലൈമറ്റ് -25, ആ ഒരു മൈനസാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. പിന്നെ ഇവിടുത്തെ വെജിറ്റേഷൻ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ അവിടുത്തെ ഹ്യൂമൻ ലൈഫ്, അവിടെ വസിക്കുന്ന ആൾക്കാർ അവരെങ്ങനെയാണ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. പിന്നെ ഇത്രയും തണുപ്പായതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് ആ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യൽ തീർന്നിട്ടില്ല, ഇനി ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇത് പഠിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.